വളരെ ചെറിയ പ്രായമുള്ള 21 വയസ്സായൊരു പയ്യൻ ബൈക്ക് അപകടത്തിൽ മരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ചു കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കലില്ല. അപ്പോൾ അവന് തുണിയെടുക്കാൻ വേണ്ടി പോയതാണ്, കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ബോഡി പൊതിയണമല്ലോ, മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി കുളിപ്പിക്കൽ കഴിഞ്ഞ് പൊതിയണം. അപ്പോൾ പിന്നെ തിരൂർ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അപ്പോൾ ഈ തുണി വാങ്ങണ സമയത്ത് അങ്ങനെ ആലോചിച്ചു, കാരണം ഏതോ ഒരു സമയത്ത് നമ്മളേതൊക്കെ പുതക്കണമല്ലോ. അപ്പോൾ എനിക്കൊരു ഒരു 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 എന്തോ ഒരു ഉള്ളിലൊരു തേട്ടം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം, എന്താണെന്ന് എനിക്ക് ആ ഫീൽ എന്താണെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഈ തുണി മുറിച്ച കൂട്ടത്തിൽ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഉടുക്കാനൊരു തുണി അതിൽ നിന്ന് വേണം. അപ്പോൾ എനിക്ക് ഉടുക്കാൻ പറ്റുന്ന വിധത്തിൽ പിന്നെ ഞാൻ അവരോടൊരു തുണി തരാൻ പറഞ്ഞു. അപ്പോൾ ഈ മയ്യത്ത് മറയാനുള്ള തുണിയൊക്കെ വാങ്ങി അതിൻ്റെ പുറമെ ഒരു കവറിൽ ഈ തുണി കൊടുത്ത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇത് കുളിപ്പിക്കണ സമയത്തൊരു വല്ലാത്ത ഫീലാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്നു തരാണല്ലോ, നാളെ ഒരു പക്ഷേ നമ്മളെയും വേറെ ആരോ ആളിനെ കുളിപ്പിക്കും. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതുവരെ സ്റ്റിച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ സ്റ്റിച്ചിലും നമ്മളിങ്ങനെ പതുക്കെ പഞ്ഞി കൊണ്ട് തുടച്ച് ഒരു 21 വയസ്സായൊരു കുട്ടീനെ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു സാധനം, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനെ നമ്മൾ കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ നല്ല വൃത്തിയിൽ ഒക്കെ ചെയ്ത് ഇപ്പം ഈ തുണി വാങ്ങിയതിൻ്റെ ഉള്ളിലുണ്ട്, കാരണം നാളെ എന്നെയും എപ്പോഴും ഒരു സമയത്ത് ഇങ്ങനെ പുതപ്പിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ടാണ് ഈ കുളിപ്പിക്കുന്നത്. നമ്മളൊരു പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. അതിങ്ങനെ ഒരു വളരെ ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അന്ന് ഞാൻ കുളിച്ചു ഒക്കെ മാറി ഈ തുണി എടുത്തിട്ട് കുറച്ച് അത്രയൊക്കെ പൂശി ശരീരത്തിൽ. അങ്ങനെയാണ് കിടന്നത്. അതൊരു വല്ലാത്ത കിടത്തായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് ഈ മരണത്തിന് മുമ്പ് നമ്മളൊന്ന് മരിച്ചു നോക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് മരിക്കണം. ഞാനിതാ മരിക്കുന്നു. ഭയങ്കര രസമുള്ളൊരു മൂഡായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടപാടുകളുണ്ടാവും, മനുഷ്യരോട് നമ്മൾ സമീപിച്ച രീതികളുണ്ടാവും, കുറവുകളുണ്ടാവും, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ കുളിപ്പിച്ച് എന്നെ തന്നെ ഇത് ഉടുപ്പിച്ച് അത്രയൊക്കെ പൂശിയൊന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. പേടിക്കൊന്നും വേണ്ട, ഒട്ടും പേടിക്കണ്ട.